ഇനിയിപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പൊക്കെ വരെയല്ലേ. ഒരു നാട്ടിൽ ഒരു മനുഷ്യന് സമാധാനമായി ജീവിക്കാൻ ആവശ്യമായ കാര്യങ്ങളും അത് തരുന്ന സർക്കാർ നോക്കിയാണ് നമ്മളെപ്പോഴും വോട്ട് ചെയ്യുന്നത്. ഒരു സ്ത്രീ എന്ന നിലയിൽ കാലഘട്ടത്തിൻ്റെയും കാലത്തിൻ്റെയും തൊഴിൽ മേഖലയിലെയും മാറ്റങ്ങൾ കണക്കിലെടുത്ത് കൂടുതൽ സ്ത്രീകൾ സമൂഹത്തിൻ്റെ മുൻപന്തിയിലേക്ക് വരുന്ന സമയമാണ്. പണ്ടൊക്കെ നൈറ്റ് ഷിഫ്റ്റുകളിലും മറ്റു സ്ത്രീകൾ ജോലി ചെയ്തിരുന്നാലും എത്രയോ അധികം സ്ത്രീകളാണ് ഇന്നത്തെ കാലത്ത് നൈറ്റ് ഷിഫ്റ്റുകളിൽ ജോലി ചെയ്യുന്നത്. തൊഴിലിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, ഇപ്പോൾ സ്ത്രീകളൊന്നും അങ്ങനെ സമയവും സന്ദർഭവും നോക്കിയല്ല പുറത്തിറങ്ങുന്നത്. നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു അതിർവരമ്പില്ലാതെ തന്നെ നമുക്ക് പുറത്തിറങ്ങാനും ജോലി ചെയ്യാനും സിനിമയ്ക്ക് പോകാനും ഒക്കെയുള്ള സാഹചര്യങ്ങളുണ്ട്. ഇന്ത്യയിൽ ആകെ ഇതാണോ സാഹചര്യമെന്ന് നമ്മളൊന്ന് സൂക്ഷ്മമായി പരിശോധിക്കേണ്ടതുണ്ട്. ഉത്തർപ്രദേശിലെ ഉന്നാവോയിൽ BJP MLA ആയിരുന്ന കുൽദീപ് സിംഗ് സെങ്കാർ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ ദുരൂഹമായ സാഹചര്യത്തിൽ പെൺകുട്ടിയുടെ അച്ഛൻ കസ്റ്റഡിയിൽ കൊല്ലപ്പെട്ടു. പൊതുജനത്തിന് അത് അത്ര ദുരൂഹമൊന്നും അല്ലെങ്കിലും UP സർക്കാരിന് അത് ഇന്നും ദുരൂഹമായി തന്നെ തുടരുന്നുണ്ട്. കഴിയുന്ന വിധത്തിലെല്ലാം പ്രതിയെ സംരക്ഷിക്കാൻ സർക്കാർ നോക്കി. അവസാനം സുപ്രീം കോടതി ഇടപെട്ടാണ് ജാമ്യം റദ്ദാക്കിയത്. UPയിൽ തന്നെ ദളിത് പെൺകുട്ടിയെ കൂട്ടബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ ഹാത്രസ് സംഭവത്തിലും തെളിവ് നശിപ്പിക്കാൻ വേണ്ടി പെൺകുട്ടിയുടെ മൃതദേഹം ബന്ധുക്കളുടെ അനുമതി ഇല്ലാതെ പോലീസ് ബലമായി ദഹിപ്പിക്കുകയാണ് ചെയ്തത്. ഇത് പോരാഞ്ഞിട്ട് ഇരയുടെ കുടുംബത്തെയും സർക്കാർ തടവിലാക്കി. രാജ്യത്തിന്റെ അഭിമാനമായ വനിതാ ഗുസ്തി താരങ്ങൾ BJP MP ബ്രിജ്ഭൂഷൺ ശരൺ സിംഗിനെതിരെ ലൈംഗികാരോപണം ഉന്നയിച്ച് തെരുവിലിറങ്ങിയിട്ടും മാസങ്ങളോളം കേന്ദ്ര സർക്കാർ മൗനം പാലിച്ചു. പരാതി നൽകാൻ പോലും സുപ്രീം കോടതിക്ക് ഇടപെടേണ്ടി വന്നു. കായിക താരങ്ങളെ റോഡിലൂടെ വലിച്ചഴിച്ച ദൃശ്യങ്ങൾ ഈ രാജ്യം മുഴുവൻ കണ്ടത്. മണിപ്പൂരിലെ വംശീയ കലാപത്തിനിടെ സ്ത്രീകളെ നഗ്നരാക്കി തെരുവിലൂടെ നടത്തിയ സംഭവത്തിലും പ്രധാനമന്ത്രി മാസങ്ങളോളം മൗനം പാലിച്ചിരുന്നത് രാജ്യത്തിന്റെ തന്നെ അപകടാവസ്ഥ കാണിക്കുന്നതാണ്. ഗുജറാത്തിൽ ബിൽക്കിസ് ബാനു എന്ന ഗർഭിണിയെ കൂട്ടബലാത്സംഗം ചെയ്യുകയും കുടുംബാംഗങ്ങളെ കൊലപ്പെടുത്തുകയും ചെയ്ത 11 പ്രതികളെ ഗുജറാത്തിലെ BJP സർക്കാർ അകാലത്തിൽ മോചിപ്പിച്ചു. ജയിലിൽ നിന്നിറങ്ങിയ ഇവർക്ക് BJP പ്രവർത്തകർ ഹാരമണിയിച്ച് സ്വീകരണം നൽകി. ഇതിനെ ന്യായീകരിച്ചുകൊണ്ട് ഒരു BJP MLA പറഞ്ഞത് ആ പ്രതികൾ സദാചാര നിഷ്ഠയുള്ള ബ്രാഹ്മണരാണെന്നാണ്. കർണാടകയിലെ BJPയുടെ സഖ്യകക്ഷിയായ JDS നേതാവ് ഹാസനിലെ MPയുമായിരുന്ന പ്രജ്വൽ രേവണ്ണയ്ക്ക് നേരെ ആയിരക്കണക്കിന് സ്ത്രീകളാണ് പരാതി നൽകിയത്. ഒരു ജനപ്രതിനിധിയുടെ കാര്യമാണെന്ന് ആലോചിക്കണം. ജനങ്ങളെല്ലാം BJPക്ക് എതിരായ സാഹചര്യത്തിലാണ് പ്രജ്വലിനെ അറസ്റ്റ് ചെയ്തത്. ഈ അടുത്ത കാലത്താണ് കർണാടകയിലെ നിയമസഭയിൽ പരസ്യമായി കോൺഗ്രസ് MLA റേപ്പ് ജോക്ക് പറഞ്ഞത്. ബലാത്സംഗം തടയാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് ആസ്വദിക്കുക എന്ന് അയാൾ പറഞ്ഞതിനേക്കാൾ ഭയപ്പെടുത്തുന്നതാണ് അവിടെ കൂടിയിരുന്ന ബാക്കി MLAമാരുടെ പൊട്ടിച്ചിരി. കഴിഞ്ഞ ദിവസമാണ് മധ്യപ്രദേശിലെ ഒരു കോൺഗ്രസ് MLA ദളിത് സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുന്നത് തീർത്ഥാടനത്തിന് തുല്യമാണെന്നും സൗന്ദര്യം ഉള്ളതുകൊണ്ടാണ് മറ്റ് സ്ത്രീകളെ പുരുഷന്മാർ ബലാത്സംഗം ചെയ്യുന്നതെന്നും പറഞ്ഞത്. കോൺഗ്രസ് MLAമാരുടെയും മാനസിക നില ഭേദമൊന്നും അല്ലാന്ന് മനസ്സിലായില്ലേ? സ്വന്തം ഭാര്യയെ വെടിവെച്ച് കൊന്ന് തന്തൂരി അടുപ്പിൽ വെച്ച് കത്തിച്ച കോൺഗ്രസ്സുകാരിൽ നിന്ന് ഇത്രയൊക്കെ പ്രതീക്ഷിക്കേണ്ടതുള്ളൂ. ഒരു നാട്ടിലെ ഭരണ സംവിധാനത്തെ നയിക്കുന്ന, അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ട അവർ തിരഞ്ഞെടുത്ത പ്രതിനിധികളുടെ മനോവൈകല്യമാണ് ഇതിലൂടെ പുറത്തു വരുന്നത്. പഞ്ചായത്ത് മെമ്പർ മുതൽ MP വരെയുള്ള BJP നേതാക്കളുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ക്രൂരതയും സ്ത്രീവിരുദ്ധതയും ഒരു പാർട്ടി മുഴുവനും കണ്ണടച്ച് സപ്പോർട്ട് ചെയ്യുകയാണ്. വനിതാ നേതാക്കൾ പോലും ഈ വിഷയത്തിൽ മൗനം പാലിക്കുന്ന ഭീതിപ്പെടുത്തുന്ന അവസ്ഥ. ഇതേ രാജ്യത്താണ് കേരളവും. സ്ത്രീകൾക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങളിൽ കേരളത്തിലെ സർക്കാർ സ്വീകരിച്ച നിലപാട് നോക്കാൻ വലിയ പാടൊന്നുമില്ല. ഒരുപാട് ഉന്നത ബന്ധങ്ങളുള്ള ഫാൻ ബേസ് ഉള്ള ആളുകളും ജയിലിൽ പോയി. സ്ത്രീകൾക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങളിൽ സർക്കാർ സ്വീകരിക്കുന്ന നിലപാട് തന്നെയാണ് ഈ നാട്ടിൽ ഏത് പാതിരാത്രിയും ഇറങ്ങി നടക്കാൻ എന്നെയും നിങ്ങളെയും പോലുള്ള സ്ത്രീകൾക്ക് കിട്ടുന്ന ധൈര്യം. സ്ത്രീപക്ഷം എന്നുള്ളത് വെറുതെ ഒരു ടാഗ്ലൈനായി ഉപയോഗിക്കുകയല്ല, മറിച്ച് അതിനുള്ള കൃത്യമായ മാതൃകകൾ തീർക്കുകയാണ് കേരള സർക്കാർ. സ്ത്രീ സുരക്ഷാ പെൻഷനും രാജ്യത്ത് ഏറ്റവും കുറഞ്ഞ മാതൃമരണ നിരക്കുമൊക്കെ ഇതിന് ഉദാഹരണങ്ങളാണ്. സാമൂഹികമായ ഉന്നമനം എന്നാൽ ജാതി, മത, പ്രായ, ലിംഗഭേദമന്യേ ഒരു മനുഷ്യന് നാട്ടിലിറങ്ങി നടക്കാനുള്ള അവകാശം കൂടിയാണ്. അത് കേരള സർക്കാർ എന്ത് വില കൊടുത്തും സംരക്ഷിക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല.